അര കിലോ മത്തിയാണ് നമ്മൾ ഇന്നിവിടെ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഏകദേശം 20 ഗ്രാമോളം പുളിയെടുത്ത് 2.5 കപ്പ് വെള്ളത്തിലിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. 4 സ്പൂൺ വെളിച്ചെണ്ണ ഒരു കടായിൽ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ച് അതിലോട്ട് 6 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും കട്ട് ചെയ്തതും 2 പച്ചമുളക് നടുവേ കീറിയതും ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഉള്ളി ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പുളിവെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് പുളിവെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം കുറവാണ് തോന്നുന്നെങ്കിൽ കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.